നീലാഞ്ജനസമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡസംഭൂതം തം നമാമി ശനൈശ്ചരം. നീലാഞ്ജന സമാനാഭം എന്നും പറയാം, സമാഭാസം എന്നും പറയും. ഭ, ആഭ ഇത് രണ്ടും ഒരേ അർത്ഥമാകുന്നു, ശോഭ എന്നർത്ഥമാണ്. പലപ്പോഴും പലരും ഇതിനെ വ്യാഖ്യാനിക്കുമ്പോൾ സമാഭാസം ശരിയാണ് അല്ലെങ്കിൽ സമാനാഭം ശരിയാണെന്ന് പറയാറുണ്ട്. പലരും നമ്മളോട് തർക്കിക്കാറുണ്ട്. രണ്ടും ഒരേ അർത്ഥമാണ്, നീലാഞ്ജന സമാനാഭം അഥവാ സമാഭാസം. അപ്രകാരം തന്നെ ശ്ലോകത്തിൻ്റെ അവസാന ഭാഗത്ത് തം നമാമി ശനൈശ്ചരം എന്ന് പറയാം, തം നമാമി ശനീശ്വരം എന്ന് പറഞ്ഞാലും തെറ്റില്ല. ശനൈഹി ചരതി ഇത് ശനൈശ്വര, സാവധാനം സഞ്ചരിക്കുന്ന ആളാണ് ശനൈശ്വര, ശനി അല്ലെങ്കിൽ ശനീശ്വര. ശനി എന്ന ഈശ്വരൻ അതിന് വളരെ ബലമാണ്. നവഗ്രഹത്തിൽ ശനിക്ക് മാത്രമേ ഈശ്വരൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ. നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം, മാസങ്ങളായി ശനി വക്രിയായി സഞ്ചരിക്കുകയായിരുന്നു. മീനൻ രാശിയിലാണ് ശനി. പക്ഷേ ശനിയുടെ വക്രഗതി പലർക്കും വളരെയധികം ഗുണമായിട്ടുണ്ടാകാം. കണ്ടകശനി, ഏഴര ശനി കൊണ്ട് ബുദ്ധിമുട്ടുന്ന പല പ്രേക്ഷകർക്കും ഈ ശനിയുടെ വക്രഗതി വളരെയധികം നന്മകളെ പ്രദാനം ചെയ്തിരിക്കാം. ഇവിടെ ശനി വക്രം കഴിയുകയാണ്. നവംബർ 28 ശനി വക്രം കഴിഞ്ഞ് മീനൻ രാശിയിലേക്ക് തന്നെ ശക്തമായി ആ വക്രത്തിലുള്ള നക്ഷത്രം കഴിഞ്ഞ് വീണ്ടും മീനൻ രാശിയിൽ തന്നെയാണുള്ളത്. മീനത്തിൽ നിന്നും കുംഭത്തിലേക്ക് വക്രവും വന്ന് പോയിട്ടൊന്നുമില്ല, മീനൻ രാശിയിൽ തന്നെയായിരുന്നു. പക്ഷെ അദ്ദേഹം സൈലൻ്റായി തൻ്റെ വക്രസ്ഥിതി ചെയ്തിരുന്നു. വക്രമുള്ള ഗ്രഹം വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യുമെന്നാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ പലർക്കും ഈ ശനിയുടെ വക്രകാലം ഗുണം ചെയ്തിരിക്കാം. ഇനി ശനി വീണ്ടും തൻ്റെ ആ പഴയ പ്രതാപം അല്ലെങ്കിൽ പ്രതാപമില്ലായ്മ സംഭാവന ചെയ്യും പല രാശിക്കാർക്കും പല രീതിയിൽ. കാരണം ശനിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ദുഃഖങ്ങളും ക്ലേശങ്ങളും, മരണം, പാതിത്യം, വീഴ്ച, ഡിപ്രഷൻ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ് ശനി എന്നറിയുക. വളരെയധികം ക്ലേശങ്ങൾ ശനി ഉണ്ടാക്കും. ശശമഹായോഗം ചെയ്യുന്ന ഗ്രഹമാണ് ശനി. ശിവനെപ്പോലും വിറപ്പിച്ച ആളാണ് ശനി. നീതിയും ന്യായവും ഒക്കെ ശനിക്കുമുണ്ട്. സൂര്യപുത്രനാണ് ശനി. ജനിക്കുമ്പോൾ തന്നെ തൻ്റെ പ്രതാപം കാരണം തൻ്റെ പിതാവായ സൂര്യൻ്റെ മുഖം കരിവാളിച്ചു പോയി. അതിനുശേഷം മകനെ കാണാൻ സൂര്യൻ നിന്നില്ല. അത്ര ശക്തമാണ് ശനി. അതുകൊണ്ടാണ് ശനി ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ ശനി ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ 2.5 വർഷം സമയമെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും മന്ദഹ, അലസഹ എന്ന നാമങ്ങളിലൊക്കെ ശനി അറിയപ്പെടുന്നത്. വളരെ സാവധാനമാണ് അദ്ദേഹത്തിൻ്റെ സഞ്ചാരം. അതുകൊണ്ട് പലപ്പോഴും ശനി ലഗ്നത്തിലുള്ള വ്യക്തിക്ക് വളരെ സാവധാനമായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. പലപ്പോഴും കുളിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. ഞാൻ ബോംബെയിൽ 2 ദിവസം വരെ വീട്ടിൽ ജാതകം നോക്കി. 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. അവന് ലഗ്നത്തിൽ ശനിയാണ്. വളരെ അലസനാണ്. അവന് എഴുന്നേൽക്കില്ല. കുളിക്കാൻ വലിയ പ്രയാസമാണ്. പക്ഷേ ആ ശനി തന്നെ ആ ബ്രാഹ്മണ കുട്ടിയാണ്. മഹാരാഷ്ട്ര ബ്രാഹ്മണൻ ഫാമിലിയിലുള്ള കുട്ടിയാണ്. ആ കുട്ടി പ്രായത്തിലും രുദ്രവും ചമകവും ഒക്കെ ജപിക്കുന്നു. ഹനുമാൻ ചാലീസ ബൈഹാർട്ടാണ്. കേവലം 9-10 വയസ്സുള്ള കുട്ടിക്ക്. അതാണ് ശനി സ്പിരിച്വൽ ഒരു വ്യക്തിയെ പൂർണ്ണതയിലേക്ക് എത്തിക്കും. അലസത ഉണ്ടാകാം, പക്ഷെ അവിടെയും ആ ശനി ഏത് ഭാവത്തിൽ നിൽക്കുന്നു അവിടെയാണ് ആ ശനിയുടെ പ്രത്യേകത. തുലാത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്ന ശനി രാജയോഗം പ്രദാനം ചെയ്യും. അപ്രകാരം മകരകുംഭങ്ങളിൽ നിൽക്കുന്ന ശനി വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. അപ്രകാരം തന്നെ വ്യാഴക്ഷേത്രമായ ധനുവിലും മീനത്തിൽ നിൽക്കുന്ന ശനിക്ക് വളരെയധികം പ്രാമുഖ്യം പറഞ്ഞിട്ടുണ്ട്. ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ 5ാം ഭാവത്തിൽ ശനി വരുമ്പോൾ പഠനത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിലൊക്കെ നിൽക്കുന്ന ശനി ഭാവനാ വിലാസം ഒരു വ്യക്തിക്ക് പ്രദാനം ചെയ്യും. ആത്മീയമായ ഉണർവ് ആ വ്യക്തിക്ക് പ്രദാനം ചെയ്യുമെന്ന് നിങ്ങൾ പ്രത്യേകിച്ച് അറിയുക. അപ്രകാരം മേൽപ്പറഞ്ഞ രാശികളിൽ ശനി കർമ്മസ്ഥാനം 10ാം ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ അയാൾ കർമ്മകുശലനായിരിക്കാം. പക്ഷെ മറ്റു പല രാശികളിലും വരുമ്പോൾ അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടുകൾ കർമ്മമേഖലയിൽ അനുഭവിക്കുന്നതും നമുക്ക് കാണാം. ഏതായാലും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശനീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴാണ് ശനി തൻ്റെ നീചക്ഷേത്രമായ മേടത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നുകൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. 23/2/2028 ശനി
മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് തൻ്റെ നീചക്ഷേത്രത്തിൽ. അതുവരെ ശനി മീനൻ രാശിയിൽ തന്നെയാണ്. അതിനാൽ നമുക്ക് ചിന്തിക്കാം, ഈ ശനി, കണ്ടകശനി, ഏഴരശനി മുതലായവ മൂലം പ്രയാസപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ശനിയുടെ പൊസിഷനിൽ എപ്രകാരം ചാരവശാലുള്ള ഫലങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക പൂയം, ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ കർക്കിടക രാശിക്കാർക്ക് കണ്ടകശനിയില്ല, ഏഴരശനിയില്ല എന്നറിയുക. ശനി നിൽക്കുന്നത് വ്യാഴക്ഷേത്രത്തിലാണ്, 9ലാണ്. ധർമ്മേ സുധാർത്ഥ സുഖഭാഗ്, ശ്രുത അർത്ഥ സുഖം, ശാസ്ത്രജ്ഞാനം, അർത്ഥം, ധനം, സുഖം ഇതൊക്കെ ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ സാമ്പത്തിക വിഷയത്തിലൊക്കെ ശനി നല്ല നന്മകൾ പ്രദാനം ചെയ്യും. ശനി ഏതെല്ലാം ഭാവങ്ങളുടെ ആധിപത്യമാണ്? 7ാം ഭാവാധിപത്യമാണ്, അവരുടെ ദാമ്പത്യമാണ്, യാത്രയാണ്. ഇതൊക്കെ തന്നെ 7ാം ഭാവം കൊണ്ട് ചിന്തിക്കണം. അതിനാൽ യാത്രാ സൗഭാഗ്യങ്ങളുണ്ടാകും. 7ാം ഭാവാധിപത്യം വിവാഹം, ഭാര്യാസുഖമൊക്കെ തന്നെയാണ്. അത് ഭാഗ്യസ്ഥാനത്ത് വരുമ്പോൾ ഗുണമാവും. പക്ഷേ ശനി 9ാം ഭാവത്തിൽ വരുമ്പോൾ അത് സന്യാസയോഗമാണ്. പലപ്പോഴും ദാമ്പത്യത്തിൽ ഭാര്യാഭർത്താക്കന്മാർ അകന്നു കഴിയുന്ന അവസ്ഥ വരിക, ഇദ്ദേഹത്തിന് ഭാര്യ സുഖം കുറയുക, ദേ ആർ പാർഷ്യലി സെപ്പറേറ്റഡ്, ജോലി കാരണം വിദേശത്താണ്. അതിനാൽ ഈ ശനി എപ്രകാരമുള്ള വിഷയത്തെയാണ് ഉണ്ടാക്കുക? ദാമ്പത്യത്തിലുള്ള ഒറ്റപ്പെടലുണ്ടാകും. പലപ്പോഴും കർക്കിടക രാശി വിദേശ രാശിയാണ്, സഞ്ചാര രാശിയാണ്. പലപ്പോഴും കാണാം ഇപ്പോൾ മക്കൾ വിദേശത്താണ്, അപ്പോൾ അവരെന്ത് ചെയ്യും? സുഖമായി ജീവിക്കുന്ന അച്ഛനെയും അമ്മയെയും, അമ്മ തൽക്കാലം വന്നോട്ടെ കുട്ടികളെ നോക്കാൻ എന്ന് പറഞ്ഞ് അച്ഛനെ ഒറ്റക്കാക്കും. കർക്കിടക രാശിക്കാർക്ക് ഈ ഒരു ദുരന്തം സംഭവിക്കും. അതുവരെ സ്നേഹിച്ച് നിന്ന ഭാര്യാഭർത്താക്കാണ്, അമ്മ വരട്ടെ തൽക്കാലം, കുട്ടിയെ സമയമാണ്, പ്രസവ സമയമാണ്, 2 മാസം വരട്ടെ എന്ന് പറയും. അമ്മ പോകും. പിന്നീട് അതൊരു വർഷങ്ങളാവും. അവസാനം ഇദ്ദേഹം വളരെയധികം ക്ലേശങ്ങൾ അനുഭവിച്ച് കഴിയുന്ന അവസ്ഥ ധാരാളം, 100 കണക്കിന് ഉദാഹരണങ്ങളുണ്ട്. അതിനാൽ ശ്രദ്ധിക്കുക. കർക്കിടക രാശിക്കാർക്ക് ഇങ്ങനെയുള്ള അകൽച്ചയാണ് ഉണ്ടാവുക. ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള അകൽച്ച, അല്ലെങ്കിൽ ജോലിപരമായി വിദേശത്തേക്ക് ജോലി ചെയ്യുക, തൽക്കാലം ഭാര്യയെ കാണാൻ കഴിയില്ല, ആ രീതിയിലുള്ള ഒരവസ്ഥ സംജാതമാണ്. അഷ്ടമാധിപനാണ്, കുംഭൻ രാശിയുടെ അധിപനാണ്. അത് അഷ്ടമാധിപത്യ ദോഷമുണ്ട്. 9ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ ഏത് രീതിയിൽ ബാധിക്കും? പിതാവിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും. മറ്റൊന്ന്, തനിക്ക് നേത്രസംബന്ധമായ രോഗങ്ങളുണ്ടാകും. പ്രധാനപ്പെട്ട വിഷയം സഹോദര ഗുണം വളരെ കുറയുന്നതാണ്. ശാരീരികമായി വാതരോഗികൾ വളരെയധികം ശ്രദ്ധിക്കണം. സഹസ്രാര ചക്രം വീക്കാകും. ഈ ഭാഗത്ത് നിന്ന് നീരിറങ്ങി വരും. അത് പലപ്പോഴും പാരാലിറ്റിക്കൽ പ്രോബ്ലം കൈകൾക്ക് കാലുകൾക്കൊക്കെ സമ്മാനിക്കും. ആരോഗ്യവിഷയം വളരെ ജാഗ്രത പാലിക്കുക. ആത്മീയമായ ഉണർവിന് ഏറ്റവും നല്ല സമയമാണ്. സ്പിരിച്വലി നന്നായി മെഡിറ്റേഷൻ ചെയ്യുക. ആർട്ട് ഓഫ് ലിവിങ്, യോഗ മുതലായ വിഷയങ്ങളിൽ പ്രാണി ഹീലിംഗ് ഒക്കെ ചെയ്ത് സ്വയം പര്യാപ്തത ഫിസിക്കലി വരുത്തുക. വളരെയധികം മാറ്റങ്ങൾ പ്രദാനം ചെയ്യും ഈ ശനി എന്ന് അറിയണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ. ചമത്കാരം എന്താണ്? ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: മതിസ്യ തിക്താന്ന തിക്തം തു ശീലം രതിർ യോഗേ യോഗശാസ്ത്രേ ഗുണോ രാജസസ്യാത്. രാജസമായ ഗുണങ്ങളുണ്ടാകും. പിന്നീടോ യോഗശാസ്ത്രത്തോട് വളരെയധികം രതി വരും. സുഹൃദ്വർഗതോ ദുഃഖിതോ ദീനബുദ്ധിയ. തൻ്റെ ദീനബുദ്ധി, മറ്റൊരു സഹായിക്കേണ്ട ബുദ്ധി ഉള്ളത് കാരണം സുഹൃത്തുക്കളെ കൊണ്ട് തനിക്ക് ശല്യമുണ്ടാകും. അപ്പോൾ താൻ സഹായ അനുഭൂതി പ്രകടിപ്പിച്ചാൽ അത് തൻ്റെ വിലപ്പെട്ട ഒരുപക്ഷെ സാലറി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാകാം, അല്ലെങ്കിൽ താൻ ആവശ്യമുള്ള കാശ് കൊടുത്തിട്ടാകാം, അതെല്ലാം നഷ്ടപ്പെടും. ദീനബുദ്ധി കൊണ്ട് തനിക്ക് സുഹൃത്തുക്കളിൽ നിന്ന് ധനനഷ്ടം വരും. ഏത് സഹായവും തിരിച്ചടിക്കും തനിക്കെന്നറിയുക. ശനി ധർമ്മകൾ ശർമ്മകൾ സന്യസേത്വ. ശനി ധാർമ്മികമായ മതപരമായ പ്രവർത്തനങ്ങളിൽ ഇടപെടും. ദാറ്റ് ഈസ് വെരി ഗുഡ്. അമ്പലങ്ങളും മന്ദിരങ്ങളും ധർമ്മദൈവ സങ്കേതങ്ങളും പൈതൃകമായ വിഷയത്തിലുള്ള ദേവാലയങ്ങളൊക്കെ സന്ദർശിച്ച് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. സന്യസിക്കാനുള്ള യോഗമുണ്ട്. 9ൽ ശനി സന്യസിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും ദാമ്പത്യത്തെക്കാളും ഒരു പ്രായം കഴിഞ്ഞാൽ ഭൗതിക സുഖത്തിനേക്കാളും തനിക്ക് ആത്മീയമായ നിർവൃതി നുകരുവാനുള്ള ഒരു അസുലഭമായ സമയമാണ് ഈ മീനത്തിൽ നിൽക്കുന്ന ശനി എന്നറിയുക. സ്വതവേ മീനൻ രാശി ആത്മീയമായ വിഷയങ്ങൾക്ക് വളരെയധികം പ്രാമുഖ്യമുള്ള രാശിയാണ്. പണ്ഡിത എന്ന് പറഞ്ഞിരിക്കുന്നു. പണ്ഡിതനെന്നാൽ വിദ്വാൻ, പഠിച്ച ആളല്ല. പഠിച്ച ആൾ സംസ്കൃതത്തിൽ വിദ്വാനാണ്, ജ്യോതിഷത്തിൽ. പണ്ഡിതനെന്നാൽ പിണ്ട അസ്യ അസ്ഥിതി പണ്ഡിത. പിണ്ട എന്നാൽ ആധ്യാത്മിക ജ്ഞാനം. ആധ്യാത്മികമായ ജ്ഞാനം ലഭിക്കുവാൻ ഈ ശനി വളരെയധികം പര്യാപ്തമാണ്. അതിനാൽ ആത്മീയമായ ഉണർവുണ്ടാകട്ടെ, ആത്മീയമായ സ്ഥലങ്ങൾ സന്ദർശിക്കട്ടെ, നല്ല ശനീശ്വര ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ പറ്റട്ടെ. ശനിയുടെ
ദേവതകളാണ് ശാസ്താവ്, അയ്യപ്പൻ, വേട്ടക്കരൻ, കരിയാത്തൻ, കാട്ടുമൂർത്തി, കിരാതമൂർത്തി, ഹനുമാൻ, മുത്തപ്പൻ മുതലായ ക്ഷേത്ര സങ്കല്പങ്ങളെല്ലാം തന്നെ. ഇവിടെയൊക്കെ നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാവുക. അന്നദാനമാണ് ഏറ്റവും നല്ല പുണ്യമായ ദാനം ഈ കർക്കിടകൻ രാശിക്കാർക്ക് എന്നറിയുക. നന്ദി, നമസ്തേ.